8-ാം ദിവസത്തെ യുദ്ധത്തിനു ശേഷം ദുര്യോധനനും ദുശാസനനും ശകുനിയും കർണനും കൂടി ചില രഹസ്യ ആലോചനകൾ നടത്തുന്നു. യുദ്ധത്തിന്റെ പൊതുവെയുള്ള രീതിയിൽ ദുര്യോധനന് അല്പം പോലും തൃപ്തി വരുന്നില്ല. ഭീഷ്മരും ദ്രോണരും ശല്യരും കൃപരുമൊന്നും പാണ്ഡവരോട് ഗൗരവമായി യുദ്ധം ചെയ്യുന്നില്ല എന്ന് ദുര്യോധനൻ പറയുന്നു. വേണമെങ്കിൽ പാണ്ഡവ സൈന്യത്തെ മുഴുവൻ നശിപ്പിക്കുവാൻ അവർക്ക് ഇത്ര ദിവസങ്ങൾ വേണോ? ഇപ്പോൾ എൻ്റെ സൈന്യം അനുദിനം ക്ഷയിച്ചുകൊണ്ടിരിക്കുന്നു. കർണ, ഞാൻ വളരെയധികം ക്ഷീണിതനായിരിക്കുന്നു. ഇനി ഞാൻ എന്താണ് ചെയ്യേണ്ടത്? എങ്ങനെയാണ് പാണ്ഡവരെ നശിപ്പിക്കേണ്ടത്? ഒന്നും എനിക്കറിയില്ല. ദുര്യോധനന്റെ ഈ വാക്കുകൾ കേട്ട് കർണൻ പറഞ്ഞു, രാജാവേ, അങ്ങ് ദുഃഖിക്കേണ്ട. അങ്ങയുടെ ആഗ്രഹം സാധിച്ചു തരുവാൻ ഞാൻ തയ്യാറാണ്. അവരെല്ലാം പാണ്ഡവപക്ഷപാതികളാണ്. ഈ യുദ്ധത്തിൽ നിന്നും ഭീഷ്മർ പിന്മാറിയാൽ 1 ദിവസം കൊണ്ട് ഞാൻ യുദ്ധം വിജയിപ്പിച്ചു തരാം. പാണ്ഡവരോട് ഭീഷ്മർ കരുണ കാണിക്കുകയാണ്. പാണ്ഡവരെ അഭിനന്ദിച്ചുകൊണ്ടാണ് അദ്ദേഹം യുദ്ധം ചെയ്യുന്നത്. അതുകൊണ്ടാണ് പാണ്ഡവരെ വധിക്കുവാൻ സാധിക്കാത്തത്. കർണൻ ദുര്യോധനനോട് ഇപ്രകാരം പറഞ്ഞു.